മാനുഷിക ഇടപെടൽ കുറച്ച് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഈ പറമ്പ് മുഴുവനും ഒന്ന് ലെവലാക്കിയെടുത്ത് അവിടെ ഫലവൃക്ഷ തൈകൾ നട്ടത്. കൂടുതലായിട്ട് ഫ്രൂട്ട് ബെയറിങ് ട്രീസാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ നട്ടിരിക്കുന്നത്. പിന്നെ കൂടാതെ നമുക്ക് ഈ കാണുന്ന PVC പൈപ്പിൻ്റെ പീസ് 2 അടിയോളം താഴ്ച ഉള്ള പീസാണ്. അതിനകത്ത് നമ്മൾ ഡ്രിപ്പർ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വെറൈറ്റിയാണ് ചെയ്തിരിക്കുന്നത്, കരിമുണ്ടയും പന്നിയൂർ എന്ന് പറയുന്ന ബ്രാൻഡ്. ഇത് രണ്ടുമാണ് നമ്മൾ കുരുമുളക്. കണ്ടില്ലേ, കോൺക്രീറ്റ് പോസ്റ്റാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ഒരു മിനി പരീക്ഷണശാലയാണിത്. നമുക്ക് പുറത്ത് കണ്ട പോലെയുള്ള ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് കൂടാതെ പ്രൊട്ടക്റ്റഡ് പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയാവുന്ന ഒരു വർക്കിംഗ് മോഡലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് കൃഷിയിലൂടെ കൃഷിയിടം സ്മാർട്ടാക്കി ജയകുമാറും ജയലക്ഷ്മിയും. വിജയനിവാസിൽ ഓരോ പുതിയ ദിവസവും പുത്തൻ ഉന്മേഷത്തോടെ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. വർണ്ണങ്ങൾ വാരി വിതറി നിൽക്കുന്ന പലവിധ പൂച്ചെടികൾ, അത്യാധുനിക സൗകര്യങ്ങളിൽ വിളഞ്ഞ ചുവന്നു തുടുത്ത തക്കാളിപ്പഴങ്ങൾ, കടും പച്ചനിറത്തിൽ നീണ്ടു നിൽക്കുന്ന വെണ്ടക്കായ്കൾ, കറുത്ത മെത്ത വിരിച്ച നിലത്തിൽ തണലേകി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ. ഇവയ്ക്കിടയിലൂടെ പ്രഭാതവും സായാഹ്നവും സ്വസ്ഥവും സുന്ദരവുമായ മനസ്സിന് കുളിർമയേകുന്ന വ്യായാമ നടത്തത്തിന് യോജിച്ച നടപ്പാത. ഇതെല്ലാം തന്റെ പുരയിടത്തിൽ ഒരുക്കിയിരിക്കുകയാണ് കാട്ടാക്കട മംഗലയ്ക്കൽ വിജയനിവാസിൽ SN ജയകുമാറും ഭാര്യ ജയലക്ഷ്മി ജയകുമാറും. ഇന്ത്യക്കകത്തും പുറത്തും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗിൽ 40 വർഷത്തെ സേവനത്തിനു ശേഷം നാട്ടിലെത്തിയ ഈ ദമ്പതികൾ കൂടുതൽ സ്നേഹിച്ചത് നാടും വീടും കൃഷിയുമാണ്. അതിൽ അത്യാധുനിക കൃഷിയുടെ സാധ്യതകളെ കൂടുതൽ അറിയാനും പ്രാവർത്തികമാക്കാനുമാണ് ജയകുമാർ പ്രത്യേകം ശ്രദ്ധിച്ചത്. സ്വപ്നഭവനം എന്നാൽ എല്ലാ സൗകര്യങ്ങളുമുള്ള വീട് മാത്രമല്ല, മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന, കുടുംബവുമൊത്ത് ചെലവഴിക്കാൻ പറ്റിയൊരിടമായിരിക്കണം. പഴത്തോട്ടവും പൂന്തോട്ടവും പോളിഹൗസ് കൃഷിയും സ്വിമ്മിംഗ് പൂളും നടപ്പാതയും എല്ലാം അടങ്ങിയ സ്വപ്നഭവനമാണ് വിജയ. ഈ ഘടകങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നതാകട്ടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഇവിടുത്തെ കൃഷിയിടമാണ്. വീടുപോലെ വൃത്തിയും വെടിപ്പുമുള്ള ഒരു അത്യുഗ്രൻ കൃഷിയിടം. മാനുഷിക ഇടപെടൽ കുറച്ച് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഈ പറമ്പ് മുഴുവനും ഒന്ന് ലെവലാക്കിയെടുത്ത് അവിടെ ഫലവൃക്ഷ തൈകൾ നട്ടത്. പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കള ഒഴിവാക്കുക, കാട് ഒഴിവാക്കുക. രണ്ടാമത്, ജലസേചനം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുക. മാനുവലായിട്ട് ഇത്രയും മരങ്ങൾക്ക് വെള്ളം നനയ്ക്കുക എന്ന് പറയുന്നത് ലബോറിയസ് ആയിട്ടുള്ള ഒരു വലിയൊരു ടാസ്ക്കാണ്. ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു. മാത്രമല്ല, ഓപ്പൺ പോണ്ട് ഫാമിംഗ് ജലസേചനം കൊടുക്കുമ്പോൾ ഇവാപറേഷൻ ലോസ്, പലതരത്തിലുള്ള വെള്ളത്തിൻ്റെ വേസ്റ്റേജ് ധാരാളം വരുന്നു. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ പ്രിസിഷൻ ഫാമിംഗ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് മരങ്ങൾക്കും നമ്മൾ ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ടൈമർ വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന പമ്പുകൾ ഒരു പീരിയോഡിക് ഇൻ്റർവെല്ലിൽ ഓപ്പറേറ്റ് ചെയ്യും. കൂടുതലായിട്ട് ഫ്രൂട്ട് ബെയറിങ് ട്രീസാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ നട്ടിരിക്കുന്നത്. പല ഘട്ടങ്ങളായിട്ടുണ്ട്. ഒരു 6 മാസം മുതൽ ഒരു 8 വർഷം വരെ ആയ ചെടികളുണ്ട്, മരങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ ജാമ്പയുണ്ട്, ഇത് നാസിക് പസന്ത് മാവ്, ഇത് നീലം മാവ്.
ഇത്തവണ കാര്യമായിട്ട് പൂത്തുണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു മാങ്ങകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് തോന്നുന്നത് കള ഒഴിവാക്കാനായിട്ട് വീഡ് കൺട്രോളിനായിട്ട് കംപ്ലീറ്റ് വീഡ് കൺട്രോൾ മാറ്റ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് ഡെവലപ്പ് ചെയ്തിട്ട് ഫുൾ വീഡ് കൺട്രോൾ മാറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കരിയില മാത്രം തൂത്ത് മാറ്റിയാൽ മതി, കളയുടെ പ്രശ്നമില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് വൃത്തിയായി കിടക്കും, രണ്ടാമത് കംപ്ലീറ്റ് ബുഷസ് വരുമ്പോഴാണ് കൂടുതൽ പെസ്റ്റിൻ്റെയൊക്കെ അറ്റാക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ പോപ്പുലേഷൻ വളരെ കുറയും. മുൻപ് റബ്ബർ കൃഷി ചെയ്തിരുന്ന ഇടം ഇന്ന് മുഴുവനായി വീഡ് മാറ്റ് കൊണ്ട് മൂടി സുന്ദര തോട്ടമാക്കി മാറ്റിയിരിക്കുന്നു. ഓരോ മരങ്ങളുടെ ചുവടും പ്രത്യേകം വീഡ് മാറ്റ് കൊണ്ട് കളകളെ നിയന്ത്രിച്ചിട്ടുണ്ട്. ജലസംരക്ഷണവും വിളയുടെ ഉത്പാദനം ഉറപ്പാക്കുന്നതുമായ തുള്ളിനന രീതിയാണ് ഇവിടെ ജലസേചന മാർഗമായി സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മളിവിടെ അനുവർത്തിച്ചിരിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ്. കംപ്ലീറ്റ് എല്ലാ മരങ്ങൾക്കും ഡ്രിപ്പുണ്ട്. അടിയിൽ കംപ്ലീറ്റ് PVC പൈപ്പ് നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ഡ്രിപ്പർ കൊടുത്ത് എല്ലാത്തിലും മരങ്ങൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ലേബറിൻ്റെ ആവശ്യം വരുന്നില്ല. മാത്രമല്ല മെറ്റിക്കുലസ് ആയിട്ട് പ്രോപ്പറായിട്ട് ടൈമർ, ഓട്ടോമാറ്റിക് ടൈമേഴ്സും ഡീറ്റെയിൽ ടൈമർ ഓരോ സമയത്ത് വർക്ക് ചെയ്യും. അതിൽ നമുക്ക് അതിൻ്റെ ടൈം ഡ്യൂറേഷനും ഈ കാലാവസ്ഥ അനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസിയും ഡ്യൂറേഷനും നമുക്ക് കോൺഫിഗർ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. യു ക്യാൻ സീ കാനപ്പിയെല്ലാം എപ്പോഴും ഏത് സമ്മറിലും പച്ചപ്പുണ്ട്. വാട്ടർ വേസ്റ്റേജ് ഇല്ല. ഓവറായിട്ടുള്ള സ്പ്രിങ്ക്ലർ സിസ്റ്റം ഉപയോഗിച്ചിട്ടില്ല. കംപ്ലീറ്റ് ഡ്രിപ്പ് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ വിളകളുടെ കൃത്യമായ പരിപാലനം കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. വെറൈറ്റീസ് കൂടുതലുണ്ട്, എണ്ണം കുറവാണെങ്കിലും. പിന്നെ പലതരം പേരകളുണ്ട്. ജാമ്പ, വളപ്രയോഗം നമ്മൾ എല്ലാ വർഷവും നന്നായിട്ട് ജൈവവളം മഴക്കാലത്തിന് മുമ്പായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മരങ്ങളിൽ നിന്ന് വീഴുന്ന ഇല മൊത്തവും നമ്മൾ തന്നെ കളക്ട് ചെയ്ത് നമുക്ക് കമ്പോസ്റ്റ് പിറ്റുണ്ട്. കമ്പോസ്റ്റ് പിറ്റിനകത്ത് കമ്പോസ്റ്റിംഗ് ഇന്നോക്കുലും ഒക്കെ കൊടുത്തിട്ട് ഒരു 4-5 മാസം അല്ലെങ്കിൽ 6 മാസം കിടക്കുമ്പോൾ നല്ല വളമായിട്ട് മാറും അത്. ആ വളം അത് നമ്മൾ ഇവിടെ തന്നെ എല്ലാ മരങ്ങൾക്ക് ചുവട്ടിലും മൾച്ചിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ആ മൾച്ചിങ്ങിനെ നമുക്ക് ഓരോ പിന്നുണ്ട്. ആ പിന്ന് ഊരിക്കഴിഞ്ഞാൽ 2 സൈഡിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ മണ്ണ് എക്സ്പോസ്ഡ് ആവും. അപ്പോൾ അതിന് ചുറ്റും ചാലെടുത്തിട്ട് ഈ പറയുന്ന കമ്പോസ്റ്റ്, ചാണകം, അങ്ങനെയുള്ള എല്ലാ സംഗതികളും മിക്സ് ചെയ്യും. അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഡോളോമൈറ്റ് pH ന്യൂട്രലൈസ് ചെയ്യാൻ, എന്നിട്ട് അങ്ങനെ ഒരു ജൈവവള പ്രയോഗം എല്ലാ മഴക്കാലത്തിന് മുമ്പ് ചെയ്യും. അപ്പോൾ ഈ ഷീറ്റ് തിരിച്ച് അതിനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പെർമിയബിലിറ്റി ഉള്ള ഷീറ്റായതുകൊണ്ട് വെള്ളം താഴോട്ട് പോകും. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഹോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ വളപ്രയോഗം കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം നനച്ച് അതിനെ ശരിക്കും അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ നനവ് കൊടുക്കും. പിന്നെ കൂടാതെ നമുക്ക് ഈ കാണുന്ന PVC പൈപ്പിൻ്റെ പീസ് 2 അടിയോളം താഴ്ചയുള്ള പീസാണ്. അതിനകത്ത് നമ്മൾ ഡ്രിപ്പർ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. വല്ലതും കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നെറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം പോവുകയും ചെയ്യും, എന്നാൽ അതിനകത്ത് ഡ്രിപ്പിൽ ആ ടൈമർ അനുസരിച്ചുള്ള വെള്ളം ചെല്ലും. ആ ഡ്രിപ്പ് വഴി നമുക്ക് ഫെർട്ടിഗേഷൻ വഴി നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും വളങ്ങൾ. അപ്പോൾ അത് ഒരു പീരിയോഡിക്കായിട്ട് മാസത്തിലൊരിക്കൽ പറ്റുമോ പൊട്ടാഷ്യം നൈട്രേറ്റ്, അല്ലെ പൊട്ടാഷ്യം സൾഫേറ്റ്, കാൽഷ്യം നൈട്രേറ്റ്, അങ്ങനെയുള്ളത്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ്, കാര്യം എസെൻഷ്യലായിട്ട് ആവശ്യമുള്ള സംഗതികൾ, മൈക്രോ ന്യൂട്രിയൻസ് അങ്ങനെയുള്ളതൊക്കെ വാട്ടർ സോളുബിളായിട്ടുള്ള വളം നമുക്കിതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ വീഴുന്ന കരിയിലകൾ കൃത്യമായി ശേഖരിച്ച് വളമാക്കി മാറ്റുന്നു. ഏത് ചെറിയ കാര്യത്തിലും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. വളരെയധികം കീടബാധ ഉള്ള ഇലകൾ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാറില്ല, റീസൈക്കിൾ ചെയ്ത്. അപ്പോൾ അത് വർഷങ്ങളോളം അതിനകത്ത് റീറ്റെയിൻ ചെയ്യപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ള ഇലകൾ നമ്മൾ ഈ ഇൻസിനറേറ്ററിൽ, ഇത് റിഫ്രാക്റ്ററി ലൈനിങ് ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻസിനറേറ്റർ, ഇതിനകത്ത് ഇട്ടിട്ട് കത്തിച്ചു കൊടുക്കും. കത്തിക്കുമ്പോൾ അത് ബേണായി വളരെ പൊക്കത്തിലായതുകൊണ്ട്, ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് പ്ലാസ്മാസ്റ്റിക് സ്റ്റേജിൽ നമുക്ക് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ചെയ്യും. വലുതായിട്ട് പൊള്യൂട്ട് ചെയ്യത്തില്ല, പൊങ്ങി മുകളിലോട്ടങ്ങ് പൊക്കോളും.
എന്നിട്ട് ഈ ചാരം ന്യൂട്രൻ്റ് നമുക്ക് പൊട്ടാഷ്യം ഉള്ളതല്ലേ, ആ ചാരത്തിനെ കമ്പോസ്റ്റിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യും. പലതരത്തിലുള്ള കൃഷികൾ ഇവിടെ കാണാം. ഓരോ വിളകളും നടാൻ ഉപയോഗിച്ചിട്ടുള്ള പോട്ടിംഗ് മിശ്രിതം വളക്കൂറുള്ളതും വിളകൾക്ക് ഏറെ ഫലപ്രദമാകുന്ന രീതിയിലുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ എയർപോർട്ടിൽ അടിയിൽ നമ്മൾ കരിയില കമ്പോസ്റ്റ് അടിയിൽ ആദ്യം ഇടും. അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി, വെർമി കമ്പോസ്റ്റ്, കൊക്കോപീറ്റ് കമ്പോസ്റ്റ്, പിന്നെ അങ്ങനെയുള്ള ഡോളോമൈറ്റ് തുടങ്ങിയ സംഗതികളെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ഉണ്ടാക്കിയിട്ടാണ് ഈ പോട്ട് ഫില്ല് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ വിത്ത് നടുക. നമുക്കാവശ്യമുള്ള ഇഞ്ചി, മഞ്ഞൾ ഇവയൊക്കെ ഇവിടെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. കുരുമുളക്, ജാതി, ദുരിയാൻ തുടങ്ങിയവയും ഇവിടെയുണ്ട്. ഇവിടെ 2 വെറൈറ്റിയാണ് ചെയ്തിരിക്കുന്നത്, കരിമുണ്ടയും പന്നിയൂർ എന്ന് പറയുന്ന ബ്രാൻഡ്. ഇത് രണ്ടുമാണ് നമ്മൾ കുരുമുളക്. കണ്ടില്ലേ, കോൺക്രീറ്റ് പോസ്റ്റാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. 1-2 PVC പൈപ്പും ഉണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും എക്സ്ക്ലൂസീവ്ലി ഈ ചെടികൾക്ക് തന്നെ കിട്ടും. വേറെ മറ്റത് നടുന്ന പാരൻ്റ് മരം ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് പിന്നെ അത് വളവും വെള്ളവും പിടിച്ചെടുക്കും. ഇത് അങ്ങനെ ഒരു ലോസേ ഇല്ല. ട്രിപ്പുണ്ട്, ഫുൾ ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കെട്ടിരിക്കുന്നത് അത് ചെയ്യാൻ കാരണം അതൊരു സ്ട്രെച്ച് ഫിലിമാണ്. നമ്മൾ പരീക്ഷ നടത്തിയ കാര്യം, താഴെ നിന്ന് ധാരാളം സ്പൗട്ട്സ് വന്ന് അവിടെ താഴെ മുഴുവൻ പടരും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല നമുക്ക്. അപ്പോൾ കീടബാധകൾ കൂട്ടുമെന്നല്ലാതെ വളർന്ന് ഈ വള്ളിയിൽ ആവശ്യത്തിന് പിടിച്ച് കിട്ടും. അപ്പോൾ ഈ വെള്ളവും വളവും ഒക്കെ ന്യൂട്രിയൻസ് മുകളിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് മുകളിൽ എത്തിക്കൊള്ളുകയും ചെയ്യും. ഇപ്പോൾ താഴെ അധികം എപ്പോഴും വൃത്തിയായിരിക്കും താഴെ. അതുകൊണ്ട് അത് വളർന്ന് വരാതിരിക്കാനാണ് ഈ PVC അല്ല, അതൊരു സ്ട്രെച്ച് ഫിലിം. ഈ പോളിയൂറിയത്തിൻ സ്ട്രെച്ച് ഫിലിംസാണ്. അപ്പോൾ ചെടി വലുതാകുമ്പോൾ അത് 200-300 ടൈംസ് എക്സ്പാൻഡബിലിറ്റി ഉള്ള സ്ട്രെച്ച് ഫിലിംസാണ്. കീടരോഗ നിയന്ത്രണം ഫലപ്രദമായി നടത്തുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് തെങ്ങിന്റെ കൊമ്പൻ ചെല്ലിക്കെതിരെയുള്ള വലക്കെണി. ഈ ആധുനിക സുന്ദരത്തോട്ടം കാണാനും പഠിക്കാനും എത്തുന്നവരെ എപ്പോഴും അത്യുത്സാഹത്തോടെ ഇവർ സ്വീകരിക്കുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പോളിഹൗസ് കൃഷി വളരെ ശാസ്ത്രീയമായി ഇവിടെ പരിപാലിക്കുന്നു. ഇത് നമ്മുടെ ഒരു മിനി പരീക്ഷണശാലയാണിത്. നമുക്ക് പുറത്ത് കണ്ട പോലെയുള്ള ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് കൂടാതെ പ്രൊട്ടക്റ്റഡ് പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയാവുന്ന ഒരു വർക്കിംഗ് മോഡലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. വലുതായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഹൈ സ്കെയിലിൽ ബ്ലോ അപ്പ് ചെയ്ത് ആൾക്കാർ വലിയ രീതിയിൽ ചെയ്യാം. പക്ഷേ എൻ്റെ ബേസിക് ടെക്നോളജി ഇതിനകത്ത് എൻവയൺമെൻറ്റൽ കൺട്രോളും പ്രൊട്ടക്ഷനുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറേ ഫീൽഡ് സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു കൃഷിയിടമാണ് ജയകുമാർ സാറിൻ്റെ ഈ കൃഷിയിടം. ഇവിടെ ഏറ്റവും ഒരു ആകർഷകമായി തോന്നിയത് എല്ലാം വെൽ പ്ലാൻഡായിട്ട് നല്ല ഒരു അടുക്കും ചിട്ടയോടെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കുറയ്ക്കാനായിട്ട് എല്ലാ കൃഷിയുടെ മുഴുവൻ ഫുൾ ഓട്ടോമേഷൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. രാസകീടനാശിനികൾ ഒന്നും തന്നെ പ്രയോഗിക്കാതെ വിളഞ്ഞ തിളക്കമാർന്ന ഓർഗാനിക് തക്കാളിപ്പഴങ്ങൾ കാണാൻ എന്തൊരു ചേലാണ്. ഈ ടൊമാറ്റോയുടെ ഫ്ലവേഴ്സ് പോളിഹൗസിനകത്ത് നമുക്ക് എക്സ്റ്റേണൽ പോളിനേഷൻ സപ്പോർട്ട് ബേസിൻ്റെ ഒന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വൈബ്രേറ്റിംഗ് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുക. ഇത് ഓണാക്കിയിട്ട് നമുക്ക് കുറച്ച് മുമ്പ് ഒരു പീരിയോഡിക് ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ട് സെറ്റിങ് കാണാമല്ലോ. അത്യാവശ്യം എല്ലാം ഫ്രൂട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ സാധാരണ കൈകൊണ്ട് വിഗറസായിട്ട് തട്ടിക്കൊടുത്താലും മതി. ഈ ഒരു സംഗതി വേണ്ടി വരും ഈ പോളിഹൗസിനകത്ത് ചെയ്യുമ്പോൾ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കൊമേഴ്സ്യലായിട്ട് ചെയ്യുമ്പോൾ അതിനുവേണ്ടി ആളെ നിർത്തി പ്രത്യേകം ചെയ്യാം. നമ്മൾ സ്വന്തം ക്യാപ്റ്റീവ് കൺസംഷൻ, നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അത് നമുക്ക് തന്നെ ചെയ്യാം. ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ. അതല്ലേ നമ്മുടെ ഒരു ആക്ടിവിറ്റി മെയിനായിട്ട്. തക്കാളി കൂടാതെ വെണ്ട, കോളിഫ്ലവർ, കാബേജ്, സാലഡ്, വെള്ളരി തുടങ്ങിയവയും പോളിഹൗസിൽ കൃഷി ചെയ്യുന്നു. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങുകയും പിന്നെ നവമാധ്യമങ്ങളുടെയും കൃഷിഭവൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി വിപുലമായ രീതിയിൽ തന്നെ കൃഷി ആരംഭിക്കുകയും ചെയ്തു. ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത് പോളി ഹൗസിലാണ്. മൈക്രോ ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ സിസ്റ്റത്തിലൂടെയാണ്
പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത്. പോളി ഹൗസിലെ പച്ചക്കറി കൃഷി മികച്ച രീതിയിൽ ഉൽപ്പാദനം തരുന്നതോടൊപ്പം തന്നെ അദ്ദേഹം വിവിധ പച്ചക്കറികളായ വെണ്ട, അതുപോലെ സലാഡ് വെള്ളരി, തക്കാളി, കോളിഫ്ലവർ, ക്യാബേജ് എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. ആധുനിക സ്മാർട്ട് കൃഷിയുഗത്തിൽ തികച്ചും അത്യാധുനിക രീതിയിൽ ജലസേചനം, വളപ്രയോഗം എന്നിവ ഇവിടെ നടത്തുന്നു. നമുക്ക് അവിടെ പോളി ഹൗസിനകത്ത് കണ്ട വയർലെസ് നോഡ്, അത് ആൻറ്റിന വഴി അവിടുന്ന് സിഗ്നൽ ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അവിടുത്തെ സെൻസർ മെഷർ ചെയ്ത സിഗ്നൽസ് ഇവിടെ വരും. ഈ ആൻറ്റിന വഴി റിസീവ് ചെയ്ത് ഈ ബേസ് യൂണിറ്റ്, ഇതും സീഡാക്കിൻ്റെ ഡിവൈസാണ്, സ്മാർട്ട് ഫാം എന്ന് പറഞ്ഞ അവരുടെ ഒരു ബേസ് സിസ്റ്റം. ഇതിൽ നിന്നും ഇവിടെ നമുക്ക് കാണാം ഓരോ വേരിയബിൾസിൻ്റെ ട്രെൻഡ്, കറണ്ട് ആൻഡ് പാസ്റ്റ് ട്രെൻഡ് ഇതിനകത്ത് അറിയാൻ പറ്റും. ഇത് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണ്. അതുവഴി ക്ലൗഡിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ആപ്പിൽ ഈ ഡാറ്റ മുഴുവൻ കിട്ടും. 2-3 കാരണം ഇതിന് കൺട്രോളും ചെയ്യാം, ഡാറ്റ കളക്ഷനും നടക്കാം. അതിൻ്റെ ഇപ്പോൾ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ടൈമർ ബേസ്ഡ് ഓപ്പറേഷൻസാണ്. ഇപ്പോൾ മെയിൻ വാട്ടർ ഫ്ലോ ഈ ടാങ്കിൽ നിന്നുള്ളൊരു സബ്മെർസിബിൾ പമ്പ് വഴി പമ്പ് ചെയ്ത് നമുക്ക് ഈ ലൈൻ വഴി പോളി ഹൗസിനകത്ത് ഫിൽട്ടർ ചെയ്ത് എല്ലാ പോളി ഹൗസുകളിലേക്കും പോകും. ആഴ്ചയിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിനകത്ത് 3 ന്യൂട്രിയൻസ് കൂടെ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ NPK, മോണോമോണിയം ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, കാൽഷ്യം നൈട്രേറ്റ് തുടങ്ങിയ വാട്ടർ സോളുബിൾ ന്യൂട്രിയൻസ് ഉണ്ട്. അത് ഡിസോൾവ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് 3 ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തേക്ക്, അതായത് 4 ആഴ്ചയ്ക്കുള്ള സാധനം ഒരിക്കൽ സോൾവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡെയിലി കിടന്നതിൻ്റെ മെനക്കേണ്ടതില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്നും പമ്പ് ചെയ്ത് ടൈമറുണ്ട്, ആ ടൈമർ ബേസായിട്ട് ആ സബ്മേർഷൻ പമ്പ് ചെയ്ത് ഈ ടാങ്കിൽ വരും. ഇതിനകത്ത് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. മാവ്, പ്ലാവ്, തെങ്ങ് തുടങ്ങിയ എല്ലാ ഫലവൃക്ഷങ്ങൾക്കും ആവശ്യമായ ഇറിഗേഷൻ പോകുന്നത് ഇവിടെ നിന്നാണ്, ഈ 3 പമ്പ് വഴിയാണ്. കുളത്തിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്ത് ഓവർ ടാങ്കിൽ സൂക്ഷിച്ചിട്ട് അവിടെ നിന്ന് ഗ്രാവിറ്റി ഫ്ലോയിൽ ഈ സാൻഡ് ഫിൽറ്ററിൽ വരും. ഇത് ബാക്ക് വാഷ് ടൈപ്പ് സാൻഡ് ഫിൽറ്ററാണ്. അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ഈ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ടൈമറുണ്ട്. ടൈമർ അനുസരിച്ചിട്ട് ഇത് 3 സോണായിട്ട് ഇതിനെ തിരിച്ചിരിക്കുക. ഓരോ സോണിലേക്ക് വേണ്ടി ഓരോ പമ്പ്. അതിനകത്തൂടെ നമുക്ക് ഫെർട്ടിലൈസറും വേണമെങ്കിൽ ഫെർട്ടിഗേറ്റ് ഇവിടെ ചെയ്യാനുള്ള വെഞ്ചുറി സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെർട്ടിഗേഷനായിട്ട് കൊടുക്കുക. സാധാരണഗതിയിൽ ഈ 3 പമ്പ് ഓടിയിട്ടാണ് എല്ലാ മരങ്ങൾക്കും പീരിയോഡിക്കായിട്ട്. അതിൻ്റെ ഫ്രീക്വൻസിയും ഡ്യൂറേഷനും നമ്മൾ ടൈമറിൽ സെറ്റ് ചെയ്യാം. വർണ്ണപ്പൂക്കളുടെയും അലങ്കാര ചെടികളുടെയും നല്ലൊരു ശേഖരവുമായി ജയലക്ഷ്മി ജയകുമാർ ഇവിടം അതിമനോഹരമാക്കിയിരിക്കുന്നു. ഓർക്കിഡ്സ്, ആന്തൂറിയം, മണി പ്ലാന്റ്, റിബൺ ഗ്രാസ് തുടങ്ങി വൈവിധ്യമാർന്ന അലങ്കാര ചെടികൾ ഇവിടെ കാണാം. സ്മാർട്ട് കൃഷിയുഗത്തിൽ നൂതന സാങ്കേതിക വിദ്യയിലൂടെ തൻ്റെ പുരയിടത്തിൽ മനോഹരമായ കൃഷിയിടമൊരുക്കി ഏവർക്കും മാതൃകയായിരിക്കുകയാണ് ജയകുമാറും ഭാര്യ ജയലക്ഷ്മിയും. കൂടുതൽ വിവരങ്ങൾക്ക് ജയകുമാർ SN 9947522610.